أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا فحملته فانتبذت به مكانا قصيا فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഇഅ്തികാഫിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു തആല നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിൽ നാം അനുഷ്ഠിച്ച നോമ്പും വിശുദ്ധമായ റമദാനിൽ നാം നിർവഹിച്ച മുഴുവൻ ഇബാദത്തുകളും പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മസ്ജിദിൽ വന്ന് നാം ഇരിക്കുന്ന ഈ ഇഅ്തികാഫ് കരുണയുള്ള തമ്പുരാൻ ഏറ്റവും കൂടുതൽ ഖബൂലിയത്തോടുകൂടി അംഗീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇതിൻ്റെ ഫലം ശേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് അള്ളാഹു കാരണമാക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നിന്നും നമ്മുടെ വീടുകളിലേക്ക് നാം തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അതെല്ലാം പരിഹരിച്ചിട്ട് പാപരഹിതരായിട്ട് പോകാനുള്ള മഹാഭാഗ്യം അള്ളാഹു തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നബിമാരുടെ തന്നെ പല ചരിത്രവും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ഏകദേശം 25 നബിമാരുടെ മാത്രമേ പേരെടുത്ത് അള്ളാഹു പരാമർശിച്ചിട്ടുള്ളൂ. 1,24,000-ത്തിലധികം നബിമാരെ അള്ളാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. അതിൽ അള്ളാഹു തആല 25 നബിമാരുടെ മാത്രമാണ് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്, ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷെ അള്ളാഹു തആല നബിമാരുടെ പോലും പേര് പറയാതിരിക്കുമ്പോൾ അള്ളാഹു തആല ചില നബിമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാരഥന്മാരായ ചില വ്യക്തികൾ, ചില നബിമാരുടെ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് ജീവിച്ചിരുന്ന ചില ഔലിയാക്കന്മാർ, അങ്ങനെ തന്നെയാണ് അള്ളാഹു തആല വിലായത്ത് നൽകിയ ചില ആൾക്കാരുടെ പേരെടുത്ത് അള്ളാഹു പറയാറുണ്ട്. വലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഔലിയാഉള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആൾക്കാരെന്ന അർത്ഥം, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ആൾക്കാർ. അള്ളാഹു നമ്മളെയും ആ കൂട്ടത്തിലാക്കുമാറാകട്ടെ. എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ ബന്ധിപ്പിച്ച് അവർ ലാസ്റ്റ് അള്ളാഹുവിൻ്റെ ആൾക്കാരായി തീരും. അതിൽപ്പെട്ടതാണ് ഹന്നയുടെയും ഇമ്രാന്റെയും അലൈഹിമുസ്സലാത്തു വസ്സലാം ആ ദമ്പതികളിൽ അള്ളാഹു തആല നൽകിയ മഹദിയായ മറിയം അലൈഹിസ്സലാം. ആ മറിയം അലൈഹിസ്സലാമയുടെ പ്രസവത്തിന്റെ സംഭവം വരെയാണ് നാം ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ആ സന്ദർഭത്തിൽ മാതാവിന്റെ ഒരു പ്രാർത്ഥന മഹാരഥന്മാരായ മുഫസ്സിരീങ്ങളെല്ലാം വിശദീകരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് അള്ളാഹു തആല അവരുടെ സന്താന പരമ്പരയിൽ ഇതുവരെയും അള്ളാഹു തആല വന്നിട്ടില്ലാത്ത നബിമാരിൽ നിന്നും അത്ഭുതമായിട്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ജനിപ്പിക്കാനുള്ള കാരണം ആ ദുആയുടെ ഫലമാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും എന്ത് ആവശ്യം വന്നാലും അള്ളാഹുവിലേക്ക് ചേർത്ത് പ്രാർത്ഥന നടത്താൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണപാഠം, അങ്ങനെ അവർ നേർച്ചയാക്കിയ ആ കുട്ടിയെ പ്രസവിച്ചു.
ആ കുട്ടി പെണ്ണായിരുന്നു. ആ പ്രസവിച്ച സന്ദർഭത്തിൽ ആ പ്രസവ വേദനയോട് ചേർന്ന് തന്നെ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഖാല ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. ഖാല ഇന്നി അഊദു ബിർറഹ്മാൻ. അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹു ശൈത്താനിൽ നിന്നും ഈ കുഞ്ഞിനെ നീ സംരക്ഷിക്കണേ അല്ലാ, ഇതിന്റെ പരമ്പരയെ നീ സംരക്ഷിക്കണേ അല്ലാ. അതിനുശേഷം പേര് വെച്ചു, മറിയം എന്ന് പേര് വെച്ചു. ആ പേര് വെച്ചതിന് ശേഷം ആ കുഞ്ഞിനെ അവർ വളർത്തി. മാതാവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുക്കൽ അനിവാര്യമായിട്ടും നിൽക്കേണ്ടതായ ചില സന്ദർഭമുണ്ട്. ആ സമയം അത്രയും ആ കുഞ്ഞിനെ വളർത്തി. എന്നിട്ട് ആ കുഞ്ഞ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ വക്കത്തേക്ക് എത്തിയ പ്രായമായപ്പോഴേക്കും വ്യത്യസ്തമായ പ്രായമാണ്. ഒന്ന് തിഫിലി എന്ന് പറയും. പ്രസവിച്ച സമയം കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണോ കുഞ്ഞ്. പാലുകുടിയുടെ സമയം. ആ സമയത്ത് ഒരു കളിപ്പാവയെ പോലെ അല്ലാഹു തആല നമ്മുടെ കയ്യിലേക്ക് തന്ന നമ്മളുടെ മക്കൾ. അത് കഴിഞ്ഞ് അവരിങ്ങനെ നടന്നു തുടങ്ങുന്ന പ്രായമാകും. അത് കഴിഞ്ഞ് അല്ലാഹു തആല അവർക്കൊരു സ്വല്പം കൂടി കൊടുക്കും. തിഫിൽ കഴിഞ്ഞിട്ട് തമീസിന്റെ പ്രായം എന്ന് പറയും. അതായത് ഏകദേശം വെള്ളം കണ്ടാൽ വെള്ളമാണെന്ന് മനസ്സിലാക്കുകയും തീ കണ്ടാൽ തീയാണെന്നൊക്കെ മനസ്സിലാകുന്ന പ്രായം. ഏകദേശം 5 വയസ്സ് 6 വയസ്സിനോട് അടുക്കുന്നതായ സമയം. ഏകദേശം ആ സമയം വ്യത്യസ്തമായ റിവായത്തുകളുണ്ട്, അഭിപ്രായമുണ്ട്. ഏകദേശം ആ സമയമായപ്പോൾ കുറച്ചുകൂടി പ്രായമായി എന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. അവർ അവരുടെ നേർച്ച നിറവേറ്റാനായിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് വന്നു, ബൈത്തുൽ മുഖദ്ദസ്. അന്ന് ബൈത്തുൽ മുഖദ്ദസിൽ ഒരുപാട് ഇമാമികളുണ്ടായിരുന്നു. അതും ഇതുപോലെ വ്യത്യസ്തമായ റിവായത്തുകളാണ്. ഇതൊന്നും വലിയ ഗൗരവമുള്ളത് കൊണ്ട് അതിങ്ങനെ തന്നെ ആണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ അതൊന്നുമല്ല വിഷയം. അവരെത്രയാണ് എന്ന വിഷയത്തിൽ നബിയെ അങ്ങ് തർക്കിക്കാൻ നിൽക്കണ്ട. അല്ലാഹു അങ്ങനെ തന്നെ അവർ തർക്കിക്കാൻ നിൽക്കണ്ട. അതല്ല വിഷയം. അവിടുത്തെ വിഷയം ഇതാണ് എന്ന് പറയുന്ന പോലെ കുറെ ഇമാമികളുണ്ടായിരുന്നു. അവിടുത്തെ ചീഫ് ഇമാമായിരുന്നു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, പ്രധാനപ്പെട്ട ഇമാം. അങ്ങനെ അവർ വ്യത്യസ്തമായ നെറുക്കിട്ടെന്നൊക്കെ റിവായത്തുകളിലുണ്ട്. എന്താണെങ്കിലും സക്കരിയ നബി എല്ലാവരും പറഞ്ഞു ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഇമാമത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, നിങ്ങൾ അതുകൊണ്ട് ഇമാമത്തുമായിട്ട് ബന്ധപ്പെടും, കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് മറ്റു ഇമാമികൾ പറഞ്ഞു. സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞു ഇല്ല, അങ്ങനെ അവരുടെ നറുക്കിട്ടു എന്നാണ് പറയുന്നത്. വ്യത്യസ്തമായ നറുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെങ്കിലും സക്കരിയ നബി അലൈഹി സ്വലാമിന് ഉത്തരവാദിത്വം കൊടുത്തു. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, അതിന് ഏറ്റവും അർഹതപ്പെട്ടയാൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഇമാം, ചീഫ് ഇമാം സക്കരിയ നബി അലൈഹി സ്വലാം ആയിരുന്നു. 2, ആ കാലഘട്ടത്തിലെ പ്രവാചകനാണ്. രണ്ടാമത്തത്, സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ അനുജത്തിയുടെ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയുടെ ഭാര്യയുടെ സഹോദരിയുടെ മകളായിരുന്നു മറിയം അലൈഹി സ്വലാം. ഇമ്രാന്റെ ഭാര്യ എന്ന് പറയുന്ന ഹന്ന, ആ ഹന്നയുടെ സഹോദരിയെയാണ് സക്കരിയ നബി അലൈഹി സ്വലാം വിവാഹം കഴിച്ചത്. സക്കരിയ നബി അലൈഹി സ്വലാം ഫലസ്തീനിന്റെ ഭാഗത്തുള്ള ആളായിരുന്നില്ല, അവിടെ ഇമാമായിട്ട് വന്നതാണ്. അതിനുശേഷം അവിടുത്തെ ഏറ്റവും നല്ല ദീനിയായ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ചത് ഈ മറിയം അലൈഹി സ്വലാമയുടെ ഉമ്മയായ ഹന്ന ബീവിയുടെ സഹോദരിയായിരുന്നു. അതുകൊണ്ട് ബന്ധം കൂടി ഉള്ളത് കൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാമിന് ഉത്തരവാദിത്വം നൽകി നോക്കാനുള്ളത്. അള്ളാഹുവിന്റെ മസ്ജിദിന്റെ മിഹ്റാബിനോട് ചേർന്നായിരുന്നു ഇമാമിന്റെ റൂം, സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ റൂം. അതിന്റെ അടുത്ത് തന്നെ മറിയം അലൈഹി സ്വലാമയ്ക്ക് വേണ്ടി അവർ പ്രത്യേകമായ ഒരു റൂം സൗകര്യപ്പെടുത്തി. അതിന് കുറച്ചപ്പുറത്ത് തന്നെ മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യവും ഒരുക്കി. എല്ലാ സൗകര്യവും ആ കാലഘട്ടത്തിൽ തന്നെ മറിയം അലൈഹി സ്വലാമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവിടെ നിർമ്മിച്ചു കൊടുത്തു. പള്ളിയുടെ പരിസരവുമായി ബന്ധപ്പെട്ട് മറിയം അലൈഹി സ്വലാം ജീവിച്ചു. പരിസരവുമെല്ലാം വൃത്തിയാക്കും, അല്ലെങ്കിൽ പള്ളിയുമായിട്ട് അല്ലെങ്കിൽ അവിടെ ഇബാദത്തുമായിട്ട് മറിയം അലൈഹി സ്വലാം ഇങ്ങനെ അല്പാൽപമായിട്ട് വളർന്നു വന്നു. വിശുദ്ധമായ ഖുർആൻ ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅൻബതഹാ നബാതൻ ഹസനാ വകഫലഹാ സകരിയ ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ. അല്ലാഹു തആല അവരുടെ നേർച്ചയെ സ്വീകരിച്ചു. അല്ലാഹു പറയുന്ന വാക്ക് ഫതഖബ്ബലഹാ, മറിയമിനെ അല്ലാഹു സ്വീകരിച്ചു. എങ്ങനെ? അല്ലാഹു വെറുതെ അങ്ങ് പറഞ്ഞു ബിഖബൂലിൻ ഹസനിൻ, ഒരു ഹസനിന്റെ സ്വീകാര്യതയുടെ, അല്ലാഹു തൃപ്തിപ്പെട്ട, പൊരുത്തപ്പെട്ട, ഇഷ്ടപ്പെട്ട ആത്മാർത്ഥമായ സ്വീകാര്യം അല്ലാഹു സ്വീകരിച്ചു. കാരണം ആ മാതാപിതാക്കളുടെ നിയ്യത്ത് അങ്ങനായിരുന്നു. ആശങ്കയില്ലാതെ നിറഞ്ഞ മനസ്സോടുകൂടി ഗർഭസ്ഥമായ സമയത്തെ ചെയ്ത നിയ്യത്ത് പ്രസവിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് പുലർത്താൻ അവർ തയ്യാറായി. നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ അവർ ചെയ്യാൻ തയ്യാറായി. പല ഇബാദത്തുകളെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു പറയും, അള്ളാഹുവിന്റെ റസൂല് പറയും ഫതീബു ബിഹാ നഫ്സൻ, നിങ്ങൾ അത് ചെയ്യേണ്ടത് നിറഞ്ഞ മനസ്സോടുകൂടി. വേണോ വേണ്ടയോ? വേണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യവുമായിട്ടും ബന്ധമില്ല, നിറഞ്ഞ മനസ്സോടുകൂടി. ഫതഖബ്ബലഹാ ബിഖബൂലിൻ ഹസനിൻ, എന്നാലേ അല്ലാഹു ഈ ഹസനിന്റെ ഖബൂലിയത്ത് നമുക്ക് നൽകുകയുള്ളൂ. വേണോ വേണ്ടായോ എന്ന് ചിന്തിച്ചിട്ടല്ല, അവര് പറഞ്ഞതുകൊണ്ടോ ഇവര് പറഞ്ഞതുകൊണ്ടോ അല്ല, നിറഞ്ഞ മനസ്സോടുകൂടി.
ഒരു കാരണവശാലും ഒരു ചെറിയ ആശങ്ക പോലുമില്ലാതെ നിറഞ്ഞു തുളുമ്പുന്ന മനസ്സോടുകൂടി നിർവഹിച്ചാൽ അള്ളാഹു താല ഈ ഖബൂലിൻ ഹസൻ നമുക്ക് നൽകും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്ത് ചെയ്താലും ഒരു പേജ് വിശുദ്ധമായ ഖുർആനാ ഓതുന്നത്. ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം വേണ്ട. എന്തിനാ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വരുന്നു. ആ നമസ്കരിക്കാൻ വരുന്ന മനുഷ്യന് ചില സമയങ്ങളിൽ ആ മനുഷ്യന് വല്ലാതെ വേദന, ആ വേദന വിശപ്പിന്റെ വേദനയാണ്. ആഹാരമെല്ലാം തയ്യാറായിരിക്കുകയാണ്. ആരുടെ മൊബൈൽ അടിക്കുന്നുണ്ടെന്ന്, ആരും അലാറം വെച്ചതാണെന്ന് തോന്നുന്നു. നല്ല വിശപ്പിന്റെ വേദന നിൽക്കുകയാണ്, വിശപ്പ് അസഹനീയമായി നിൽക്കുകയാണ്. ആ സമയത്ത് ആ മനുഷ്യന് ജമാഅത്ത് നമസ്കാരം നടക്കുക, അവിടെ ആഹാരം വന്നിരിക്കുകയാണ്. ആ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത വിശപ്പാണ് എങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടേ നമസ്കരിക്കാൻ വരാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് മലമൂത്ര വിസർജനത്തിന് പോകാൻ നല്ല മുട്ട് നിൽക്കുകയാണ്, ഒന്നിന് പോകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രണ്ടിന് പോകാൻ ബുദ്ധിമുട്ട്, നമസ്കാരം ജമാഅത്തും തുടങ്ങി. അവിടെ ഇസ്ലാം പറയുന്നത് ആദ്യം മലമൂത്ര വിസർജനത്തിന് പോകുക. കാരണം ഒരു കാര്യം, ദീനിയായ കാര്യം ചെയ്യുന്ന നിറഞ്ഞ മനസ്സോടുകൂടി, ഒരു ഭൗതികമായ ചിന്തയുമില്ലാതെ, ഒരു അലട്ടലുമില്ലാതെ, ഒരു അല്ലലുമില്ലാതെ നിറഞ്ഞു തുളുമ്പിയ മനസ്സോടുകൂടി നിഷ്കളങ്കമായി ചെയ്യുന്ന ഇബാദത്ത് മതി റബ്ബിന്. അതല്ലാത്തത് അല്ലാഹുവിന് വേണ്ട. എങ്ങനെങ്കിലുമൊക്കെ ഇനി അവിടെ പോയി ആഹാരം കഴിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് നിസ്കരിക്കാൻ എന്തിനാ ഇത്ര വരെ മെനക്കെടുന്നത്? അതുകൊണ്ട് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പോകാം. ആ മുട്ട് അവിടെ നിൽക്കട്ടെ, ആ ബുദ്ധിമുട്ട് അവിടെ നിൽക്കട്ടെ. ആ ബുദ്ധിമുട്ടോടുകൂടിയുള്ള നമസ്കാരം, ആ നമസ്കാരം അല്ലാഹുവിന് വേണ്ട. ആ നമസ്കാരം റബ്ബിന് വേണ്ട. ആ നോമ്പ് റബ്ബിന് വേണ്ട. ആ സദഖ റബ്ബിന് വേണ്ട. ആ സകാത്ത് റബ്ബിന് വേണ്ട. അങ്ങനത്തതൊന്നും അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ട് ഏത് അമലും നമ്മൾ ചെയ്യുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി, നിഷ്കളങ്കമായ നെയ്യത്തോടുകൂടി, ഒരു തരത്തിലുള്ളതായ അലട്ടലുമില്ലാതെ, ബുദ്ധിമുട്ടുമില്ലാതെ, സ്വതന്ത്രമായി നിറഞ്ഞ, അല്ലാഹുവിന്റെ റസൂൽ അതിന് ഉപയോഗിച്ച വാക്ക് ഫത്തീമു ബിഹാ നഫ്സൻ, അതിനെ നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി, ഒരു ശതമാനം പോലും ആശങ്കയില്ലാതെ ചെയ്യുക. എല്ലാ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ടതാ. അവരങ്ങനെയാണ് നേർച്ച ചെയ്തത്. ആ നേർച്ച അവരങ്ങനെ തന്നെ പുലർത്തുകയും ചെയ്തു. അപ്പൊ അള്ളാഹു പറയും ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ. ഖബൂലിന്റെ ഹസനിയത്തിന്റെ ഖബൂലിയത്ത് അള്ളാഹു താല സ്വീകരിച്ചു. ഏറ്റവും ഉയർന്ന ഖബൂലിയത്ത്. അള്ളാഹു നമ്മുടെ അമലുകളെയും അങ്ങനെ ആക്കുമാറാകട്ടെ. വഅംബതഹാ നബാതൻ ഹസന. എന്നിട്ട് അള്ളാഹു താല വളർത്തി. സാധാരണ ചെടി വെച്ചിട്ട് ആ ചെടി കിളിച്ചു വരുന്നതിന് അറബിൽ അമ്പത്ത എന്ന് പറയാം, അല്ലെങ്കിൽ വൃക്ഷങ്ങൾ വളർന്നു വരുന്നു. അള്ളാഹു താല മറിയം അലൈഹി സ്വലാമിനെ വളർത്തിക്കൊണ്ടുവന്നു. നബാതൻ ഹസനൻ, അവിടെയും അള്ളാഹു പറഞ്ഞ ഹസൻ എന്ന ഏറ്റവും നല്ല ചൊവ്വായ വളർച്ച അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നു. വകഫലഹ സക്കരിയ. സക്കരിയ നബി അലൈഹി സ്വലാമാണ് അതിന്റെ പരിപാലനമെല്ലാം ഏറ്റെടുത്തത്. അതിന്റെ പരിപാലന ഉത്തരവാദിത്വം സക്കരിയ നബി അലൈഹി സ്വലാമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അള്ളാഹു താല വളർത്തിക്കൊണ്ടുവന്നു മറിയം അലൈഹി സ്വലാമിനെ. എന്നിട്ട് അള്ളാഹു ഒരു അത്ഭുതമായ സംഭവം പറയുകയാ. സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞത് അള്ളാഹു താല അതുപോലെ എടുത്ത് ഉദ്ധരിക്കുകയാ. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ ഇമാമത്ത് നിൽക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തിനാണ് മിഹ്റാബ് എന്ന് പറയുന്നത്. നബി തങ്ങളുടെ മെഹ്റാബ് നമുക്കറിയാം, ചെറിയ വളയലുണ്ടാകും. അതുപോലെ ഈ കാണുന്ന മെഹ്റാബിന്റെ അടയാളമാണ് ഈ വളവ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അങ്ങനെ തന്നെ വെക്കണമെന്ന മെഹ്റാബ് എന്ന് പറയാൻ പ്രത്യേകമായി വേർതിരിച്ച സ്ഥലം, ഇമാമത്ത് നിൽക്കുന്ന സ്ഥലം. ആ മെഹ്റാബിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മറിയം അലൈഹി സ്വലാമയുടെ റൂം കാണാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂം മെഹ്റാബിൽ ഒരു കർട്ടനുണ്ട്. ആ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നബിയുടെ റൂമിലേക്ക് കയറാമായിരുന്നു. അവിടെയായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. അവിടെ തന്നെയാണ് നബി തങ്ങളെ ഖബറടക്കിയത്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ ചർച്ച എവിടെ അടക്കണം. ചിലർ പറഞ്ഞു മക്കയിൽ കൊണ്ടുവരണം, കഅബ ശരീഫിന്റെ അടുത്തടക്കണം. പലതും പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ നബിമാർ എവിടെയാണോ മരിക്കുന്നത് അവിടെ തന്നെ അടക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെ മരിച്ചത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനമായ നിമിഷം ജീവിതത്തിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ ഖബറടക്കിയത്. മാ ബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും മെഹ്റാബിന് തൊട്ടടുത്തായിരുന്നു നബി തങ്ങളുടെ മിമ്പർ. ആ മിമ്പറും നബി തങ്ങളുടെ റൂം ഖബറടക്കിയ സ്ഥലം, അതിന്റെ രണ്ടിന്റെയും ഇടയിലത്തെ സ്ഥലമായി ഇന്ന് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. നമസ്കരിക്കാനായിട്ട് നമ്മൾ ക്യൂ നിന്ന് കയറുന്നത്. അള്ളാഹു അവിടെ പോയവരുടെ സ്വീകരിക്കുമാറാകട്ടെ, പോകാത്തവരെ അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. അവിടെ നമസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അവിടെ നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു തആല റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന സ്വർഗ്ഗം അള്ളാഹു നൽകുമാറാകട്ടെ. വ്യത്യസ്തമായ അഭിപ്രായം, ഏറ്റവും സ്വീകാര്യമായ അഭിപ്രായം, ജിബ്രീൽ അലൈഹിസ്സലാം അത്രയും ഭാഗം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ വെച്ചതാണ് എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം, അവിടെ നിന്ന് നമസ്കരിച്ച് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല ഉറപ്പായിട്ടും റൗളത്തുൻ മിൻ റിയാദിൽ അള്ളാഹു തആല കൊണ്ടുപോകുമെന്ന. എന്താണെങ്കിലും ഇമാമത്ത് നിൽക്കുന്ന പ്രത്യേക സ്ഥലം മിഹ്റാബ്, അതിനോട് ചേർന്നാണ് റൂം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മറിയം അലൈഹി സ്വലാമയുടെ റൂം കാണാമായിരുന്നു. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. സക്കരിയ നബി അലൈഹി സ്വലാം മെഹ്റാബിൽ കയറുമ്പോഴെല്ലാം, മെഹ്റാബിൽ വരുമ്പോഴെല്ലാം
വജദ ഇൻദഹാ റിസ്ഖ, മറിയം അലൈഹിസ്സലാമയുടെ അടുക്കൽ കുറെ പഴവർഗ്ഗങ്ങൾ ഇരിക്കുന്നത് കാണുമായിരുന്നു. എന്ത് പഴവർഗ്ഗങ്ങളാ? വേനൽക്കാലത്ത് കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ, അതായത് ശൈത്യകാലഘട്ടത്തിൽ തണുപ്പ് സമയത്ത് മാത്രം കിട്ടുന്നതായ പഴവർഗ്ഗങ്ങൾ കടുത്ത ചൂടുള്ള സമയത്ത് മറിയം അലൈഹിസ്സലാമയുടെ റൂമിലിരിക്കുന്നത് കാണുമായിരുന്നു. ആഹാരം കൊണ്ടു കൊടുക്കുന്നത് സക്കറിയ നബി അലൈഹി സ്വലാമാണ്. സക്കറിയ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ഭക്ഷണം പാചകം ചെയ്യും. പള്ളിയിലേക്ക് വരുമ്പോൾ ആ ഭക്ഷണത്തിന് ഒരു പൊതിയായിട്ട് കൊണ്ടുവരും. അതാണ് മറിയം അലൈഹി സ്വലാം ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മറിയം അലൈഹി സ്വലാമിന്റെ അടുക്കൽ പലപ്പോഴും സക്കറിയ നബി അലൈഹി സ്വലാം നോക്കുമ്പോൾ ആ നാട്ടിലൊന്നും കിട്ടാത്ത, ഈ സമയത്തൊന്നും കിട്ടാത്ത വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ കാണുമായിരുന്നു. ഇന്ന് നമ്മളുടെ ഇടയിൽ സീസണൊന്നുമില്ല. 1 വർഷം 2 വർഷം വരെ ഫ്രീസ് ചെയ്യാൻ പറ്റിയ സൗകര്യം ഇന്നുണ്ട് എന്ന പഴവർഗ്ഗങ്ങൾ 1 വർഷം ഒരു കേടും വരാതെ അതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കാനുള്ള സംവിധാനം ഉണ്ട് ഇന്നത്തെ കാലഘട്ടം. വേനൽക്കാലത്ത് കിട്ടാത്തത് വേനൽക്കാലത്ത് കിട്ടും. അതങ്ങനെയല്ല, ഫ്രഷ്, അതായത് ഇപ്പോൾ പിടിച്ച പഴത്തിൽ നിന്നും അല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്നും അടർത്തിയെടുത്ത് കൊണ്ടുവന്നത് പോലത്തത്, ആ നാട്ടിലൊന്നും കിട്ടാത്ത പഴം, അല്ലെങ്കിൽ ഈ സമയത്തൊന്നും കിട്ടാത്ത പഴം സക്കറിയ നബി അലൈഹി സ്വലാം നോക്കുമ്പോൾ മറിയം അലൈഹി സ്വലാമയുടെ മുമ്പിൽ ഇരിക്കുന്നത് കാണും. ഒന്നും രണ്ടും ഒന്നുമല്ല. കുല്ലമാ ദഖല അലൈഹാ സക്കറിയ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. മറിയം അലൈഹി സ്വലാമയുടെ അടുക്കൽ ആ പഴവർഗ്ഗങ്ങൾ കണ്ടിട്ട്, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടിട്ട് സക്കറിയ നബി അലൈഹി സ്വലാം അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് സക്കറിയ നബി അലൈഹി സ്വലാം മറിയം അലൈഹി സ്വലാമയോട് ചോദിച്ചു, ഖാല യാ മറിയം അന്നാ ലകി ഹാദാ, മറിയം ഇത് നിനക്ക് എവിടുന്ന? ഭക്ഷണം കൊണ്ടുതരുന്നത് ഞാനാണല്ലോ, എനിക്ക് പോലും കൊണ്ടുതരാൻ പറ്റാത്ത, ഇപ്പോഴൊന്നും കിട്ടാത്ത ഈ ഭക്ഷണം നിനക്ക് എവിടെ നിന്ന് കിട്ടി മറിയമേ? ആരാ ചോദിക്കുന്നത്? ഒരു നബിയാണ്. ഇവിടൊക്കെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഏതെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞിട്ട് അവിടെയും ഇവിടെയും ഉള്ളിടത്ത് പോയിട്ട് 30 വർഷമായാലും 10 വർഷമായിട്ട് മക്കളില്ല, അവിടെ പോയി പറഞ്ഞാൽ മക്കളെ തരും. കുറെ വർഷമായിട്ട് ബുദ്ധിമുട്ടാണ്, അവിടെ പോയി കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് മാറ്റി തരും. ഇതൊക്കെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാ? ഒരു നബിയാണ്. ആ നബിക്ക് ആ ഭക്ഷണം എവിടെ നിന്നാണെന്ന് അറിയൂല. ആ നബിയുടെ അത്രയും സ്ഥാനം, മഹത്വം മറിയം അലൈഹി സ്വലാമയ്ക്കില്ല. സക്കറിയ നബിയാണ് ആ കാലഘട്ടത്തിൽ അലൈഹി സ്വലാം. മറിയം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന് ഒരു വിലായത്ത് നൽകിയ വലിയത്തായ സ്ത്രീയാണ്. പക്ഷെ അവിടെ ഇരുന്ന ഭക്ഷണം ഏതാണ് എന്ന് സക്കറിയ നബി അലൈഹി സ്വലാമിന് അറിയില്ല. സക്കറിയ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, അന്നാ ലകി ഹാദാ, മറിയമേ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആരാ നിനക്ക് കൊണ്ടു തന്നത്? ആ അർത്ഥത്തിലാണ് ചോദിച്ചത്. മറിയം അലൈഹി സ്വലാം മറുപടി പറയും, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. മുഫസ്സിരീകൾ പറയുന്നു മലക്കുകൾ കൊണ്ടു കൊടുത്തതാ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായം പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇന്ന് ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട സമുദായമായ ജൂതൻ, അല്ലാഹു തആല ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹം നൽകിയ വിഭാഗം, അവർ പറഞ്ഞു, മൂസ, നിന്റെ റബ്ബിന്റെ സ്വർഗത്തിൽ ഭക്ഷണമുണ്ടെന്ന് നീ ഞങ്ങളോട് പറഞ്ഞില്ലേ? അത് സത്യമാണ് എങ്കിൽ അതിൽ നിന്നും ഭക്ഷണം ഞങ്ങൾക്ക് തരാൻ പറയൂ. അവരിങ്ങനെ നോക്കി നിന്നപ്പോൾ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പൊരിച്ച കോഴിയിറച്ചിയും തേനിന്റെ കട്ടിയും മന്നയും സൽവയും അല്ലാഹു തആല ആകാശത്തു നിന്നും തളികയിൽ അവരുടെ മുമ്പിൽ ഇറക്കി കൊടുത്തു. നേർക്കുനേരെ ആകാശത്തു നിന്ന് ഇങ്ങനെ ഭക്ഷണം ഇറക്കിക്കൊണ്ടുവരികയാണ് മലക്കുകളെ കാണുന്നില്ല, ഭക്ഷണം കാണാൻ അവരുടെ മുമ്പിൽ വന്നു. അത് അവർ ഭക്ഷിച്ചു. ഇത്രയും വലിയ അത്ഭുതകരമായ അല്ലാഹുവിന്റെ അനുഗ്രഹം നേർക്കുനേരെ കണ്ട ഒരൊറ്റ സമുദായവും ഭൂമിയിലില്ല. അവർ നേർക്കുനേരെ കണ്ടു. എന്നിട്ടും അവർ വിശ്വാസത്തിൽ കാപട്യം കാണിച്ചവരാ. അതുകൊണ്ട് അല്ലാഹു തആല ലഅന അല്ലാഹുൽ യഹൂദ എന്ന വാക്ക് തന്നെ നബി തങ്ങൾ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഖാതലല്ലാഹുൽ യഹൂദ. ഇത്രയും ശപിക്കപ്പെട്ട വൃത്തികെട്ട ഒരു സമുദായമില്ല. ഭൂമിയിൽ ഏറ്റവും കുഴപ്പക്കാരവരാ. ഇന്നും ഇനി നാളെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവർ ഭൂമിയിൽ ഇങ്ങനെ കുഴപ്പം കാണിക്കും, പാവപ്പെട്ടവരെ ഉപദ്രവിക്കും, നാട്ടിൽ നിന്നും പുറത്താക്കും, കുട്ടികളെ അരുങ്കല നടത്തും, പെണ്ണുങ്ങളെ ഉപദ്രവിക്കും, നാട്ടിലെല്ലാ കുഴപ്പവും ചെയ്യും, എല്ലാവരെയും അവർ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലെത്തും. ഇങ്ങനെ അവരിങ്ങനെ തട്ടഹസിച്ചുകൊണ്ട് നടക്കുന്ന സന്ദർഭത്തിൽ എല്ലാ പിശാചുക്കളും അവരെ സഹായിക്കാൻ നിൽക്കുന്ന സന്ദർഭമെത്തും. ആ സന്ദർഭത്തിൽ ദമസ്കത്തിന്റെ വെള്ളക്കുപ്പയിലേക്ക് അല്ലാഹു തആല ഈസാ നബി അലൈഹി സ്വലാമിനെ ഇറക്കും. ആ സമയം ലോകാവസാനത്തിന്റെ സമയമാകും. അല്ലാഹു തആല മഹ്ദി ഇമാമിനെയും ഇറക്കും. മഹ്ദി ഇമാമിന്റെ കൂട്ടത്തിൽ അഖ്ഫാലുകൾ കൂടും. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല ആദ്യം പ്രഖ്യാപിക്കുന്നത് ഭൂമിയിലെ അഹങ്കാരികളായി ഇവരെ കൊന്നുകളയാനെന്ന, എന്നിട്ട് അവരുടെ സൈന്യം ഈ ജൂതന്മാരെ കൊല്ലാനായിട്ട് പുറപ്പെടും. ഇത് കാണുമ്പോൾ ഇവർ പേടിച്ചോടും, ഓടിച്ചിട്ട് കൊല്ലും. അവസാനം അവർ കല്ലുകളുടെയും ഇർഖദി എന്ന വൃക്ഷങ്ങളുടെയും പിറകിൽ പോയിട്ട് ഒളിച്ചു നിൽക്കും. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മുഅ്ജിസത്ത് വീണ്ടും ഭൂമിയിൽ ഉണ്ടാകും. ആ കല്ലുകളും വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം വറാഇ യഹൂദിൻ ഉഖ്തുലു, മുസ്ലിമേ, എന്റെ പുറകിൽ ഒരു വൃത്തികെട്ട ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, അവനെ കൊന്നുകളയാൻ പറയും എന്ന് കല്ലുകൾ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലൽ ഇർഖദ് എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്.
അതിന് പലപ്പോഴും പല ആൾക്കാരും തഫ്സീർ പറയാനുള്ള ചെറിയ കള്ളിമുൾ ചെടിയല്ല. ഇന്ന് ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്കറിയാം, നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം, ഒരാൾ ഒരു 6 അടി 7 അടിയുള്ള ഒരാൾക്ക് പുറകിൽ ഒളിച്ചു നിൽക്കാൻ പറ്റുന്ന അതുപോലെ കൂമ്പാരമായിട്ട് കിളിച്ചു നിൽക്കുന്ന ഒരു തരം കള്ളിമുൾ ചെടി, അതിന്ന് ഇസ്രായേലിന് റേഷനായിട്ട് കൊടുക്കുക ഓരോ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ. ഈ ഹദീസ് നമ്മളെക്കാളും അവർക്ക് വിശ്വാസമാണെന്ന് അർത്ഥം. അവരെ സംരക്ഷിക്കുന്ന മരമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുവാ ഇന്നഹാ മിൻ ഷജറത്തിൻ നാർ. അതെന്താ കാരണമെന്ന് അറിയണ്ടേ? ഇത് നരകത്തിലെ വൃക്ഷമാ. ആ വൃക്ഷം മാത്രം പറയൂല, അതിന്റെ പുറകിൽ ഒളിച്ചിരുന്ന ബാക്കി എല്ലാ വൃക്ഷങ്ങളും ബാക്കി എല്ലാ കല്ലുകളും വിളിച്ചു പറയും, ഏ മുസ്ലിമെ, എന്റെ പുറകിൽ ഒരു ജൂതനിരിപ്പോൾ അവരെ കൊന്നുകളയാൻ പറയും. ഓടും ഓടും ഓടും. ആ ഒരു സന്ദർഭം വരാനുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, സാധുക്കളെ കാക്കുമാറാകട്ടെ. മുസ്ലിം എന്നുള്ള ഏക വിഷയമല്ല, ആക്രമിക്കപ്പെടുന്നവരാരാണെങ്കിലും അവർ സഹായിക്കപ്പെടേണ്ടതാ. എന്താണെങ്കിലും സക്കരിയ നബി അലൈഹിസ്സലാം ഫലസ്തീനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന, മറിയം അലൈഹിസ്സലാം ജീവിക്കുന്ന, സക്കരിയ നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുന്ന ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ച സ്ഥലം. ഇതിനു മുമ്പും പ്രവാചകന്മാർ അവിടെ ഭരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജർ അലൈഹിസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും വിട്ടിട്ട് അള്ളാഹു പോകാൻ പറഞ്ഞത് ഈ ഫലസ്തീനില്ല. ഒരുപാട് നബിമാര് വന്ന് പ്രബോധനം ചെയ്ത നാടാണ് ഫലസ്തീൻ. അവിടെ അല്ലാഹു തആല സുബ്ഹാനല്ലദീ അസ്റ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. സൂറത്ത് ബനി ഇസ്രായീൽ കഹ്ഫിന്റെ തൊട്ടടുത്തുള്ള സൂറത്ത്. അതിൽ അല്ലാഹു തആല നബിതങ്ങളുടെ ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, എന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവന്നു. ഏതാ ബൈത്തുൽ മുഖദ്ദസ്? അള്ളാഹുവിന് അടുത്ത വിഷയം പറഞ്ഞു പോകാമായിരുന്നു, പക്ഷെ നിർത്തിയില്ല അള്ളാഹ്. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് അള്ളാഹു ഒന്ന് വിശദീകരിച്ചു. എന്താ ബൈത്തുൽ മുഖദ്ദസ്? അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അതിന്റെ പരിസരത്ത് ഞാൻ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഫലസ്തീനെ അള്ളാഹു തആല അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹമാക്കിയിരിക്കുകയാ. അവിടുത്തെ പഴവർഗ്ഗങ്ങളും അത്തിയും ലോകത്തെങ്ങും കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ അള്ളാഹു തആല അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ പരിസരം മുഴുവനും വളരെ ഭംഗിയായിട്ട് അള്ളാഹു തആല വെച്ചിരിക്കുകയാ വിശുദ്ധ ഖുർആൻ. എന്നിട്ടും ആ സമയത്തൊന്നും കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ അല്ലാഹു തആല മറിയം അലൈഹിസ്സലാമിക്ക് കൊടുത്തു. കാരണം എന്താ? അവർ മഹത്വത്തോടു കൂടി ജീവിക്കുകയാ. ഇവിടെ വേറൊരു വിഷയം, ഒരു മുഅ്തരിദായ ജുംല, ഇതുമായി ബന്ധപ്പെടാത്ത വേറൊരു വിഷയം മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. വാപ്പയും ഉമ്മയും സാലിഹീങ്ങളായിരുന്നു. വാപ്പയും ഉമ്മയും സാലിഹത്തായ നിയ്യത്ത് വെച്ചു. അവർ പ്രസവിച്ചപ്പോഴും പ്രസവ വേദനയ്ക്കിടയിൽ ആ മകൾക്ക് വേണ്ടി, അവരുടെ പരമ്പരയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മകളാകട്ടെ ആ വാപ്പയുടെയും ഉമ്മയുടെയും ദൗത്യം അതുപോലെ തന്നെ ഏറ്റെടുത്തു. അതേ പരിശുദ്ധിയിൽ അവരും ജീവിക്കാൻ തയ്യാറായി. അള്ളാഹു നമ്മളെയും അങ്ങനെ കബൂലാക്കുമാറാകട്ടെ. പലപ്പോഴും തിരിച്ച മാതാപിതാക്കൾ ജ്ഞാപകനില്ലാതെ ദുആയും ദിക്റും, മക്കൾക്ക് ഒരു ബന്ധവുമില്ല. പലയിടത്തും വേറെ തിരിച്ചാണ്, മക്കൾ അള്ളാഹുവിന്റെ മസ്ജിദുമായി ഇബാദത്തുമായിട്ട് ബന്ധം, മാതാപിതാക്കൾക്ക് ഒരു ബന്ധവുമില്ല. ഇവിടെ എല്ലാം അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ ഭൂമിയിലുണ്ടാകാൻ, അള്ളാഹുവിന്റെ അത്ഭുതകരമായ സഹായം ഭൂമിയിലുണ്ടാകാൻ അള്ളാഹു പ്രധാനമായിട്ടും കാരണം വെക്കുന്നത് നിങ്ങൾ കൂട്ടായിട്ടുള്ള അള്ളാഹുവിന്റെ അനുസരണയാണ്. വാപ്പയും ഉമ്മയും മകളും മകനും എല്ലാവരും 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 ഒരേപോലെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ മാത്സര്യബുദ്ധി കാണിക്കുമ്പോൾ അള്ളാഹു അവിടെ അത്ഭുതങ്ങൾ കൊണ്ടുവരും. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെയും അങ്ങനെ ആക്കുമാറാകട്ടെ. മറിയം അലൈഹിസ്സലാം ആ വാപ്പയുടെയും ഉമ്മയുടെയും അതേ നിയ്യത്തിലാണ് അവിടെ വളർന്നു വന്നത്. അള്ളാഹു ഖുർആനിന് ശേഷം അത് പറയുന്നുണ്ട്. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു. മറിയം അലൈഹിസ്സലാം പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നാ വന്നത്. മൂസ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് അള്ളാഹു നൽകിയതുപോലെ അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹു അത്ഭുതപരമായ കഴിവുള്ളവനാണ്. അള്ളാഹു റിസ്കിനെ കുറിച്ച് പറയുന്ന പല സ്ഥലങ്ങളിൽ പറയും, അള്ളാഹു തആല നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ, അള്ളാഹു തആല നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലൂടെ റിസ്ക് നൽകാൻ കഴിവുള്ളവനാണ് തമ്പുരാൻ. ഇന്ന് നമ്മളെല്ലാവരും റിസ്ക് എടുക്കുന്നത് റിസ്കിന് വേണ്ടിയാണ്. അള്ളാഹു പറഞ്ഞു, റിസ്കിന് വേണ്ടി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. രാവകനില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ട് റിസ്കിന് വേണ്ടി അല്ല. അതല്ല അള്ളാഹു നമുക്കെന്ന ദൗത്യം. നമ്മൾ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സഹിക്കേണ്ടത് ഇബാദത്ത് ചെയ്യാനാ. അള്ളാഹു അപ്പോൾ നമുക്ക് റിസ്ക് എളുപ്പമാക്കി തരും. നമ്മുടെ പിറകെ അള്ളാഹു കൊണ്ടുതരും. അതിന്റെ അർത്ഥം ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ നിൽക്കണമെന്നല്ല, പരിശ്രമിക്കണം. മാന്യമായ പരിശ്രമം ഇബാദത്താണ്. പക്ഷെ അതിനുവേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ എത്ര ആൾക്കാരെ നമുക്കറിയാം. എത്ര ആൾക്കാർ 11 വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കായംകുളത്ത് ഒരു സ്ഥാപനത്തിൽ പഠിച്ചു. അന്നു മുതൽ ഇന്നും പോയാൽ കാണാം, അതിനടുത്തൊരു കടയുടെ ഞായറാഴ്ച പോലും അടയ്ക്കൂല. അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് കടയിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ കല്യാണങ്ങളില്ല, മരണങ്ങളില്ല, ഒരാഘോഷവുമില്ല. 24 മണിക്കൂറും കച്ചവടം കച്ചവടം കച്ചവടം. ഇതാണ് റിസ്ക് എടുക്കാനും വേണ്ടിയുള്ള റിസ്ക്. അതിന്റെ ആവശ്യമില്ല.
അധ്വാനിക്കണം, അതിന് മാന്യമായ സമയമുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് പരിശ്രമിക്കേണ്ടത് ഇബാദത്തിനാണ്. അള്ളാഹു അങ്ങനെ ചെയ്താൽ റിസ്ക് അള്ളാഹു തല എളുപ്പമാക്കി തരും. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. മരണം വരെ അള്ളാഹു നമ്മുടെ റിസ്കിനെ എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു അത്ഭുതകരമായി അള്ളാഹു ഏറ്റിരിക്കുകയാണ്. അള്ളാഹു ഏറ്റിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൊന്നതിന്റെ കാരണം അറബികൾ പറഞ്ഞത് അവർക്ക് കൂടി അങ്ങനെ ഞങ്ങൾ ചെലവിന് കൊടുക്കും. ഇന്ന് ലോകത്തെ ചിന്തയതാ, ഡീപോപ്പുലേഷൻ നടപ്പാക്കാൻ ആസൂത്രിതമായ കുതന്ത്രങ്ങളെ രാജ്യത്തുള്ള ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം പറയുന്നത് ആള് കൂടിയാൽ എങ്ങനെയാണ് ഉപജീവനത്തിനുള്ള ആഹാരം കണ്ടെത്തുന്നത്? അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കും അവർക്കും ആഹാരം നൽകുന്നത് ഞാനാണ്. പക്ഷെ അതിന്റെ മാർഗങ്ങൾ, മാധ്യമങ്ങൾ മാന്യമായി കാണുന്നില്ല. പട്ടിണി കിടന്ന് ജനങ്ങൾ മരിക്കുന്നു എന്ന് ചില രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ പോഷക ആഹാരത്തിന് വേണ്ടി $1 പോലും ഇല്ലാത്ത കുടുംബങ്ങൾ ആയിരക്കണക്കിനുണ്ട് എന്ന് പറയുമ്പോൾ അതേ രാജ്യത്തിന്റെ തന്നെ മറുഭാഗത്ത് വീട്ടിൽ വളർത്തുന്നതായ പട്ടിക്കുട്ടിക്ക് ഒരു ദിവസം ആയിരക്കണക്കിന് $കൾ ചെലവാക്കുന്നവരുണ്ട്. ഇന്ന് നമ്മളുടെ ഇടയിലുമുണ്ട്. ഇന്ന് നമ്മളുടെ 100-150 കിലോമീറ്ററുകൾ ഡ്രൈവറെ വിട്ട് വണ്ടിയും വിട്ടിട്ട് അവിടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ മുടി, അതിന്റെ നഖമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി എറണാകുളത്തും കോഴിക്കോടും തൃശ്ശൂരും കൊണ്ടുപോകുന്നവർ ഇന്ന് നമ്മളുടെ ഇടയിലുമുണ്ട്. അത്ഭുതമല്ല. ഒരു മാസം മാന്യമായ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിന് കഴിയാനുള്ള പൈസ ഒരു ദിവസം പട്ടിക്കുട്ടിക്ക് ചെലവാക്കുന്നവർ കേരളത്തിലുമുണ്ട്. അള്ളാഹു തആല മാന്യമായ സന്തുലിതമായ അവസ്ഥ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാത്തത് കൊണ്ടാണ് ഈ പട്ടിണി മരണങ്ങൾ, അല്ലാതെ അള്ളാഹു റിസ്ക് തരാത്തതിന്റെ പേരിലല്ല. എന്താണെങ്കിലും അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞു, അള്ളാഹു പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന് അത്ഭുതകരമായ റിസ്ക് നൽകാൻ കഴിയും. ഹുവ മിൻ ഇൻദില്ലാ, എന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നാണെന്ന് മറിയം അലൈഹിസ്സലാം പറഞ്ഞു. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു അതിനോട് ചേർത്ത് പറയുകയാണ്, സക്കരിയ നബി അലൈഹിസ്സലാമിന് സ്വപ്നം പോലും കാണാത്ത ഭക്ഷണം, ആ നാട്ടിൽ എവിടെ നടന്നാലും കിട്ടാത്ത ഭക്ഷണം, ലോകത്തൊരിടത്തും പോയാൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ അള്ളാഹു തആല മറിയം അലൈഹിസ്സലാമയ്ക്ക് നൽകി. മറിയം അലൈഹിസ്സലാം അള്ളാഹ് നൽകിയതാണെന്ന് പറഞ്ഞു. അതിനുശേഷം അള്ളാഹു അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്, ഇന്നല്ലാഹ യർസുഖു, അള്ളാഹു തആല റിസ്ക് നൽകും, ഉപജീവനം നൽകും, മൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് നൽകും, ബിഗൈരി ഹിസാബ്, ഒരു കണക്കുമില്ലാതെ, ഒരളവുമില്ലാതെ, ഒരു പരിധിയുമില്ലാതെ, നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്തത് അള്ളാഹു നൽകാൻ കഴിവുള്ളവനാണ്. അള്ളാഹു നമ്മളെ മരണം വരെ റിസ്കിന് ബുദ്ധിമുട്ട് തരാതിരിക്കുമാറാകട്ടെ. മരണം വരെ അള്ളാഹു തആല നമ്മുടെ ഉപജീവനത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ബുദ്ദിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ. അള്ളാഹു ഞങ്ങളുടെ ഭക്ഷണ സാധനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മറിയം അലൈഹിസ്സലാം ആ ഭക്ഷണം കഴിച്ചു. അള്ളാഹു തആല അത്ഭുതകരമായ ഭക്ഷണം നൽകി. മറിയം അലൈഹിസ്സലാമിക്ക് അള്ളാഹു നൽകിയത് കണ്ടപ്പോൾ അപ്പോഴേ സക്കരിയ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി, അള്ളാഹു തആല മറിയം അലൈഹിസ്സലാമയെ സ്വീകരിച്ചിരിക്കുകയാണ്. മറിയം അലൈഹിസ്സലാമയെ അള്ളാഹു തആല അംഗീകരിച്ചിരിക്കുകയാണ്. മറിയം അലൈഹിസ്സലാമിന്റെ ഇബാദത്തിൽ അള്ളാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി, വൈദ് ഖാലത്തുൽ മലായികതു യാ മറിയം എന്നല്ല, മറിയം അലൈഹിസ്സലാമയ്ക്ക് ഇതല്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകി. വെള്ളമില്ലാത്ത സമയത്ത്, വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് അള്ളാഹു തആല വെള്ളം നൽകി. ഒരുപാട് അത്ഭുതങ്ങൾ, സഹായങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ മറിയം അലൈഹിസ്സലാമിനോട് പറഞ്ഞ സംഭവം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വഇദ് ഖാലത്തുൽ മലായികതു യാ മറിയം, മലക്കുകൾ മറിയം അലൈഹിസ്സലാമയോട് പറഞ്ഞ സന്ദർഭം അങ്ങ് ഓർക്കണമേ. എന്താ പറഞ്ഞത്? യാ മറിയം, ഏ മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ മുഅ്മിനീൻ അലാ നിസാഇൽ ആലമീൻ. യാ മറിയം, ഏ മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി, അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നബി തങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച വാക്കാ മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, തെരഞ്ഞെടുക്കപ്പെട്ട. അതായത് കറക്റ്റ് ഇസ്തഫ എന്ന വാക്ക് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പൂന്തോട്ടത്തിലേക്ക് പോയി. ആ പോയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു, നല്ല ഇതളുകളുള്ള നല്ലതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസാ പുഷ്പം ഇത് അടർത്തിയെടുക്കണം. നാം ഇങ്ങനെ കയറിയപ്പോൾ ഇങ്ങനെ മുട്ടായി നിൽക്കുന്നതുണ്ട്, പകുതി വിരിഞ്ഞതുണ്ട്, മുക്കാൽ ഭാഗം വിരിഞ്ഞതുണ്ട്, വിരിഞ്ഞിട്ട് പല ഇതളുകളും പൊഴിഞ്ഞു പോയതുണ്ട്. നമ്മളിങ്ങനെ നോക്കി 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 പോയപ്പോൾ പെട്ടെന്ന് ആ മൂന്നാമത്തെ ലൈനിൽ 4ാമത് നിൽക്കുന്ന ഒരു ചെടിയിൽ നല്ലൊരു പുഷ്പം, ഒരു ഇതളും പോയിട്ടില്ല, പൂർണ്ണമായിട്ട് വിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഓടിപ്പോയി അതിനെ തെരഞ്ഞെടുത്തു. ഇതിനാ ഇസ്തഫ എന്ന് പറയുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ അതിൽ നിന്നും മറിയമേ, അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തതാ. അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചു, യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി, എന്നിട്ടോ വതഹറകി, അള്ളാഹു നിന്നെ പരിശുദ്ധിപ്പെടുത്തി. അള്ളാഹുവിന്റെ മസ്ജിദിലാണ് നിന്നെ അള്ളാഹു വളർത്തുന്നത്.
വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ഭൂമിയിലുള്ള ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളെക്കാളും അല്ലാഹു നിനക്ക് മഹത്വം നൽകി. മുഫസ്സിരീങ്ങൾ പറയുന്നു, അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകളിൽ ഏറ്റവും മഹത്വമുള്ളത്. അല്ലാഹു അങ്ങനെ പറയാൻ കാരണം സക്കരിയ നബി അലൈഹിസ്സലാമിനേക്കാൾ മഹത്വമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകന മറ്റു പല പുരുഷന്മാരെക്കാളും മഹത്വമുണ്ട്. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് എല്ലാ സ്ത്രീകളെക്കാളും അള്ളാഹു മഹത്വം നൽകി, പരിശുദ്ധി നൽകി, അള്ളാഹു തെരഞ്ഞെടുത്തു. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു തആല പറയുകയാണ്, യാ മറിയം. ഒരാൾക്ക് അള്ളാഹു തആല സ്ഥാനമാനം നൽകുന്നത്, ഒരാൾക്ക് അള്ളാഹു തആല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഒരാൾക്ക് അള്ളാഹു തആല സ്ഥാനമാനം നൽകുന്നത്, ഒരാൾക്ക് അള്ളാഹു തആല മഹത്വം നൽകുന്നത്, ഒരാൾക്ക് അള്ളാഹു തആല അംഗീകാരം നൽകുന്നത്, കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ അള്ളാഹു തആല ഒരാൾക്ക് വിലായത്ത് നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിന്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാ. അള്ളാഹു പറയുന്നു, ഇതൊക്കെ എനിക്ക് തന്നു. അതുകൊണ്ട് മറിയമേ, യാ മറിയം ഇഖ്നുതി ലിറബ്ബികി വസ്ജുദി വർഖഇ മിനസ് സാജിദീൻ മഅസ്മാർ റാകിഈൻ. അതുകൊണ്ട് അള്ളാഹുവിനെ വല്ലാതെ വഴങ്ങണമേ, അള്ളാഹുവിനെ വഴിപ്പെടണമേ, വർഖഇ അള്ളാഹുവിനെ സുജൂദ് നമസ്കരിക്കണമേ, ധാരാളമായി നമസ്കരിക്കണമേ. നിബിതങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ നമസ്കാരം എങ്ങനെയായിരുന്നു? നമ്മൾ നമസ്കരിക്കുന്ന ഹൈസിയത്തിലല്ല. റുക്കൂഅ മാത്രമുള്ള നമസ്കാരം ഉണ്ടായിരുന്നു, സുജൂദ് മാത്രമുള്ള നമസ്കാരം ഉണ്ടായിരുന്നു. നമ്മൾ നമസ്കരിക്കുന്നതിൽ പലതും ഇല്ലാത്ത നമസ്കാരം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നമസ്കാരം ഉണ്ടായിരുന്നു. ആ നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കൂഉം സുജൂദും ഉണ്ടായിരുന്നു. അല്ലാഹു തആല മറിയമിനോട് പറഞ്ഞു, മറിയമേ, ആദ്യം പറഞ്ഞു ഇഖ്നുതി, അല്ലാഹുവിനെ വഴിപ്പെടുക. മൊത്തം പെട്ടു അതിനകത്ത്. ഖനത എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന, അല്ലാഹു തആല പറഞ്ഞ എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഖനത എന്ന് പറയും. ഉഖ്നുതി, അല്ലാഹുവിനെ വഴിപ്പെടുക. എന്നിട്ട് അല്ലാഹു തആല സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയുക ഏറ്റവും പ്രധാനപ്പെട്ടത് വസ്ജുദി. ആദ്യം അല്ലാഹു പറയുന്നത് സുജൂദ് ചെയ്യുക, നീ ധാരാളമായി. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇബാദത്ത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുജൂദാണ്. സുജൂദ് അധികരിപ്പിക്കുക എന്ന പലപ്പോഴും നമസ്കാരത്തെ കുറിച്ച് ഹദീസിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ സുജൂദ് ഇവിടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവരെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു അവരെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലാക്കുമാറാകട്ടെ. സുജൂദ് അധികരിപ്പിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ ശിരസ് വെക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുക. അള്ളാഹുവിന് ഒരു അടിമയെ ഏറ്റവും പ്രിയപ്പെടുന്ന സമയം ആ മനുഷ്യൻ സുജൂദിലായിരിക്കുന്ന സമയത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സുജൂദ് അധികരിപ്പിക്കുമായിരുന്നു. അള്ളാഹിന്റെ റസൂലിന് നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ടത് ഖുർറത്ത് ഐനി, എന്റെ കൺകുളിർമയാകുന്നത് നമസ്കാരത്തിലാണ്. എന്താ അതിന്റെ കാരണം എന്നറിയണ്ടേ? നമസ്കാരത്തിലാണ് സുജൂദുള്ളത്. അതുകൊണ്ട് നമ്മൾ സുജൂദ് അധികരിപ്പിക്കും. സുജൂദ് അധികരിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ തഫ്സീർ സുജൂദ് മാത്രം അധികരിപ്പിക്കലല്ല, നമസ്കാരം അധികരിപ്പിക്കുക എന്നാണ്. സുജൂദ് അധികരിപ്പിക്കുക എന്ന് പറയുന്നത് നമസ്കാരം അധികരിപ്പിക്കുക, ധാരാളമായി രാത്രി നമസ്കരിക്കുക, സുന്നത്ത് നമസ്കരിക്കുക, ഫർദിന് മുമ്പിനും ശേഷവും ഉള്ളതായ റവാത്തിബ് നമസ്കരിക്കുക. രണ്ടാമത്തെ വിശദീകരണമാണ് അല്ലാതെയുള്ള സുജൂദുകൾ നമ്മൾ അധികരിപ്പിക്കുക. അത് നമ്മൾ ഖിറാഅത്ത് ഓതുമ്പോഴുള്ള സുജൂദുണ്ട്, ശുക്റിന്റെ സുജൂദുണ്ട്. അല്ലാഹു നമുക്ക് ഏതെങ്കിലും ഒരു അനുഗ്രഹം നൽകി, പ്രതീക്ഷിക്കാതെ ഒരു അനുഗ്രഹം കിട്ടി, ഒരു മുഅ്മിനായ മനുഷ്യനാണോ, നല്ല സ്ഥലമാണോ, അവൻ അന്നേരം അവളുടെ സുജൂദിൽ വീഴും, സുജൂദിൽ കിടക്കും. പല ക്രിക്കറ്റ് കളിക്കാരെ നമ്മൾ കാണുന്നില്ലേ, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്ക് പ്രതീക്ഷിക്കാത്ത രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാർ, കൂട്ടത്തിലുള്ളവരെല്ലാം പച്ച കുത്തിയിട്ട് ടാറ്റു അടിച്ചിട്ട് വ്യത്യസ്തമായ ആവേശത്തിലും കോലത്തിലും നടക്കുമ്പോൾ അതിനിടയിൽ നിന്നും കറുത്ത് കരുവാളിച്ച ബിലാലിനെ പോലത്തെ ചില പയ്യന്മാർ വന്നിട്ട് ഗോളടിക്കുമ്പോൾ സുജൂദ് വീഴുന്നത് ലോകം കാണുന്നില്ലേ? ശുക്റിന്റെ സുജൂദ് നമ്മളും അത് പതിവാക്കണം. അള്ളാഹു ചെറിയ അനുഗ്രഹം നൽകിയാലും വലിയ അനുഗ്രഹം തന്നാലും സുജൂദ് ചെയ്യണം. അള്ളാഹു ഒരു ആപത്തിൽ നിന്നും കാക്കുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യണം. ശുക്റിന്റെ സുജൂദ് അനുഗ്രഹം നൽകുമ്പോഴും ശുക്റിന്റെ സുജൂദ്. അതല്ലാതെ നമുക്ക് സുജൂദ് ചെയ്യാം, ദുആ ചെയ്യാനും വേണ്ടിയായിട്ട് നമ്മൾ സുജൂദ് അധികരിപ്പിക്കും. അള്ളാഹു നമ്മുടെ സുജൂദുകളെ സ്വീകരിക്കുമാറാകട്ടെ. മറിയം അലൈഹിസ്സലാമയോട് അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, വസ്ജുദി, മറിയമേ നീ സുജൂദ് ചെയ്യണമേ, വർഖഇ, നീ റുക്കൂഉം അധികരിപ്പിക്കണമേ, സുജൂദും അധികരിപ്പിക്കണം, റുക്കൂഉം അധികരിപ്പിക്കണം. മഅർ റാകിഈൻ, റുക്കൂഉ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പുതിയതായിട്ട് ചെയ്യുന്നതല്ല എന്നർത്ഥം. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. മറിയമേ നീ ആദ്യമായിട്ട് റുക്കൂഉ ചെയ്യണമെന്നല്ല, ഒരുപാട് ആൾക്കാർ റുക്കൂഉ. സക്കരിയ നബി അലൈഹിസ്സലാം, ബൈത്തുൽ മുഖദ്ദസിലെ മറ്റ് ഇമാമിയങ്ങൾ, അവരെല്ലാം റുക്കൂഉ ചെയ്യുന്ന സാലിഹ്യങ്ങളായ ഒരുപാട് ആൾക്കാർ, അവരെല്ലാം റുക്കൂഉ ചെയ്യുന്നത് പോലെ നീ റുക്കൂഉ അധികരിപ്പിക്കണമേ. സക്കരിയ നബി അലൈഹിസ്സലാം
അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണമാണ് മുഫസ്സിറുകൾ പറഞ്ഞു. ثم أخبر تعالى عن الملائكة أنهم أمروها بكثرة العبادة والخشوع والخضوع والسجود والركوع والدؤوب في العمل لها. പ്രധാനമായ തഫ്സീർ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് മറിയമിനോട് പറഞ്ഞു, എല്ലാ ഇബാദത്തുകളും സൂക്ഷ്മത കാണിക്കണമേ. ആദ്യത്തെ വാക്ക് സ്ത്രീകളോടുള്ള അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം, സൂക്ഷ്മത കാണിക്കണമേ, സൂക്ഷ്മത കാണിക്കണം. ഒരു മറ വേണം. ആ സൂക്ഷ്മതയുടെ പ്രധാനപ്പെട്ട അർത്ഥം മറയാണ്. ആണുങ്ങളുമായിട്ട് ഇടപഴകുന്നത് നിങ്ങൾ കുറയ്ക്കണമേ. ആണുങ്ങളുമായിട്ട് ഇടകലർന്നുള്ള സംസാരം നിങ്ങൾ കുറയ്ക്കണമേ. നിങ്ങളുടെ ശരീരത്തിന്റെ അല്ലാഹു തആല പവിത്രമാക്കിയ മഹത്വമാക്കിയതിനെ തുറന്നിട്ടുകൊണ്ട് അലസമായി നിങ്ങൾ നടക്കരുത്. നിങ്ങൾ സൂക്ഷ്മത കാണിക്കണം. എന്താ സൂക്ഷ്മത? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ വില കൊടുക്കുന്നവരാകുക. അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിന് വെച്ചിരിക്കുന്ന വില ഭൂമിയേക്കാളും വലിയ വിലയാണ്. അല്ലാഹു നിങ്ങളുടെ ശബ്ദത്തിന് വെച്ചിരിക്കുന്ന വില വല്ലാതെ. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് വിലയില്ലെങ്കിൽ പിന്നെന്താ അർത്ഥം? അതിനേക്കാളും വലിയ നന്ദികേടെന്താ? നമുക്ക് വിലയുള്ളത് കൊണ്ട് നമ്മൾ മൊബൈൽ വാങ്ങും, അതിന് പുറത്തൊരു കവറിടും, തറയിലെങ്ങാണം വീണാൽ പൊട്ടാൻ സാധ്യതയുണ്ട്, സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കും. ഇന്ന് ചില ആൾക്കാരൊക്കെ ഇൻഷുറൻസ് എടുക്കുകയാണ്, പൊട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട്. എല്ലാ കാരണം എന്താ? ഇത് വിലയുണ്ട്, 20,000 രൂപ കൊടുത്ത് വാങ്ങിയതാ. ഇത് തറയിൽ വീണക്കാണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സ്ക്രീൻ വാങ്ങണ 7,000 രൂപയാകും. അത് വരാതിരിക്കാനും വേണ്ടി അതിന്റെ പുറത്ത് അതൊട്ടിക്കും, ഇതൊട്ടിക്കും, അതിന്റെ അടിയിൽ കവറിടും. എന്നിട്ട് വിരലിടാനും വേണ്ടി പുറത്ത് വേറെ ആൾക്കാർ ചിലത് പൊട്ടിക്കുക, കയ്യിൽ നിന്ന് വിട്ടുപോകരുത്, ഒരു കാരണവശാലും പോകരുത്. വിരലും അതിൻ്റെ ഇടയിലിട്ട് ചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കും, വിട്ടുപോകരുത്. സെൽഫി എടുക്കുമ്പോൾ തട്ടിപ്പോകാൻ പാടില്ല, വിരലിട്ട് മുറുകി പിടിക്കും. എന്താ കാരണം? വില പിടിപ്പുണ്ട്. ഇത്ര വില പോലും നമ്മുടെ ശരീരത്തിലെ പ്രിയപ്പെട്ടവര് 50 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു തട്ടം വാങ്ങിയിടാൻ ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് മടിയാ. കാരണം എന്താ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് വിലയില്ല. അല്ലാഹു പറഞ്ഞു ഏറ്റവും വിലയുള്ളതാ നിങ്ങൾ. അദ്ദുനിയ കുല്ലുഹാ മതാഅ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്സാലിഹ. ദുനിയാവിലുള്ളതെല്ലാം വിലപിടിപ്പുള്ളതാ, എല്ലാത്തിനും വിലയുണ്ട്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ പറമ്പ്, നിങ്ങളുടെ നാട്, എല്ലാത്തിനും വിലയുണ്ട്. ഇനി നിങ്ങൾക്ക് വില നിശ്ചയിക്കാൻ കഴിയാത്ത അമൂല്യമായ വിലയുള്ളതായ ഭൂമിയിലെ അല്ലാഹുവിന്റെ സൃഷ്ടിയായ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സി കൂട്ടങ്ങൾ, ആകാശങ്ങൾ, ഭൂമി, പർവ്വതങ്ങൾ, ഇതിനെല്ലാം വിലയുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറയും ഇതിനേക്കാൾ എല്ലാം ഏറ്റവും വലിയ വില ഏതാണെന്ന് അറിയണ്ടേ? അദ്ദുനിയ കുല്ലുഹാ മതാഅ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്സാലിഹ. ഇതിനേക്കാൾ എല്ലാം ഏറ്റവും വിലയുള്ളത് ചെറ്റക്കുടലിൽ താമസിക്കുന്നതാണ് എങ്കിലും സൂക്ഷ്മതയോടുകൂടി പവിത്രതയോടുകൂടി മറിയമിനെ പോലെ ജീവിക്കുന്ന ഒരു സാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കുമാറാകട്ടെ, നമ്മുടെ ഉമ്മമാരെ അങ്ങനെ ആക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെ അങ്ങനെ ആക്കുമാറാകട്ടെ, നമ്മുടെ സഹോദരിമാരെ അങ്ങനെ ആക്കുമാറാകട്ടെ, നമ്മുടെ എല്ലാവരെയും അല്ലാഹു അങ്ങനെ ആക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറിയം അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇന്നും മറിയമുകൾ ഭൂമിയിൽ ഉണ്ടാകല. അല്ലാഹുവിന്റെ അടുക്കൽ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുന്ന മറിയമുകൾ നമ്മുടെ വീട്ടിലും ഉണ്ടാകണം. അല്ലാഹു തആല നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ കിടക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.